my dear friend of long years, Sri Roshaya Gandhi, Prepata Manjandi, Prepata Ramesh Chandra, Sister Leve, Sahodri Sahodri, ladies and gentlemen, friends and colleagues. കൂടിയിരിക്കുന്നവരിൽ കൂടുതൽ കേരളത്തിലുള്ളവരായതുകൊണ്ട് ഞാൻ ആദ്യം മലയാളത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാൻ നേരത്തെ മറ്റുള്ളവരോട് ഞാൻ ഏതാനും കേരളത്തിൽ നിന്നും ഞങ്ങളെല്ലാം കൂടി എത്തിയിരിക്കുന്നത് ഇന്നു മുതൽ ആരംഭിക്കുന്നു AICC സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ അവസരത്തിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി പല കാരണങ്ങളാൽ ജോലിക്കും പഠനത്തിനും മറ്റു കാരണങ്ങൾക്കുമായി ഹൈദരാബാദിലെത്തിയിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരായ സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ കുട്ടികൾ, മലയാളം പൂർണ്ണമായിട്ട് അറിയാമോ എന്ന് എനിക്കറിയില്ല, അവരെ ഉൾപ്പെടെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പുതുവത്സരം പിറന്നിട്ട് 21 ദിവസമായി. ജനുവരി 21 വൈകിയാണെങ്കിലും എല്ലാവർക്കും ഞാൻ ഹൃദ്യമായതിൽ ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. കേരളത്തിൽ നിന്നും വിദൂരമായ ഇവിടെ എത്തി ഇവിടെ ജീവിക്കുന്ന നിങ്ങളെ കാണാൻ സാധിച്ചതിനെ എനിക്ക് അതിയായ സന്തോഷം. എനിക്കിവിടെ ഇന്ന് വരാൻ സാധിക്കുമെന്ന് വിശ്വാസമില്ലായിരുന്നു. എന്റെ സംഘാടകർ നേരത്തെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ മിക്കവാറും വരില്ല, എന്നെ പ്രതീക്ഷിക്കേണ്ട, യോഗം കഴിയാൻ ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. യോഗം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഇങ്ങോട്ട് പുറപ്പെടുന്ന അവസരത്തിൽ വരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഏതായാലും നാട്ടുകാർ കൂടിയിരിക്കുമ്പോൾ ഹൈദരാബാദിൽ വന്ന് പാർട്ടി സമ്മേളനത്തിൽ മാത്രം കൂടി പോകുന്നത് മര്യാദകളാണ്, നാട്ടുകാരെ കാണാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചത്. പാർട്ടിക്കാര്യം വേറെ, എല്ലാ നാട്ടുകാരും കൂടിയുള്ള കാര്യം വേറെ. നിങ്ങൾക്കിവിടെ വളരെ കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുവാനും കുട്ടികൾക്ക് പഠിക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആന്ധ്രാപ്രദേശത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ നേതാവ്, ദീർഘകാലം മിക്കവാറും എല്ലാ മന്ത്രിസഭ വന്നാലും അതിലെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീ രോഷയ്യ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ മുഖ്യ അതിഥി. എനിക്ക് തീർച്ചയുണ്ട് മലയാളികളായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് ഇന്നത്തെ സന്ദർശനത്തിന് ശേഷം ശ്രീ രോഷയ്യ പരിഹാരം ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ആ കാര്യം ഏൽപ്പിക്കുകയാണ്. ഓൺ ബിഹാഫ് ഓഫ് ശ്രീ രോഷയ്യജി, I have already assured them that whatever problem, genuine problem for them, he will find a solution. On behalf of you, without consulting you, I have given a commitment. Don't make me a betrayer of commitment. So I hope that you will fulfill my commitment. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ വരാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം, നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന കാണാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ഹൈദരാബാദിലും ആന്ധ്രാപ്രദേശത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ജീവിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എല്ലാ നന്മകളും നേരുന്നു.
ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഗവൺമെൻറ്റും ഞങ്ങളുമെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഡൽഹിയെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ മനുഷ്യസാധ്യമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും എന്ന് ഞാൻ അവസരത്തിൽ പറയുകയാണ്. I am really happy to note that there are other funds from Hyderabad, friends from Andhra Pradesh, Telugu friends. They are also participating in this function. That should be the way. I can't speak in Telugu. Please excuse me. I don't know whether my friend Ramesh Telukula, sometimes he may be able to say something. I appreciate the gesture, the local people, our Telugu friends, Andhra friends, the gesture you have shown. It shows that you are also giving moral and physical support to the Malayalis who are thousands of miles away from Kerala living. I extend a belated happy New Year to the Telugu friends also, Andhra friends also. It is few ways. I am going to end my speech after saying one or two sentences in Malayalam. നമുക്കിനിയും വീണ്ടും സന്ധിക്കാം, വീണ്ടും കാണാം. വീണ്ടും കാണുമ്പോൾ ഇവിടെ ജീവിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും കൂടുതൽ പുരോഗതി ഉണ്ടാകട്ടെ, കൂടുതൽ മെച്ചമുണ്ടാകട്ടെ, കൂടുതൽ സമാധാനപരമായ ജീവിതം ആന്ധ്രയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ. അങ്ങനെ ആന്ധ്രയിൽ കൂടുതൽ സമാധാനം ഉണ്ടാകുമ്പോൾ ആന്ധ്ര ഇന്ന് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നാണ് ഇന്ന് ആന്ധ്രയും കർണാടകവും തമിഴ്നാടും ഒക്കെ വളരെ മുന്നോട്ട് പോവുകയാണ്. അവർക്കൊപ്പം എത്താൻ ഇപ്പോൾ കേരളവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗം മുന്നോട്ട് പോകുന്ന ആന്ധ്രയുടെ പുരോഗതി ഇവിടെ ജീവിക്കുന്ന മലയാളികൾക്കും പങ്കുണ്ടായിരിക്കട്ടെ. ആ പുരോഗതിയുടെ ഗുണഫലങ്ങൾ ഇവിടുത്തെ മലയാളി കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതുപോലെ ആന്ധ്രയിൽ കൂടുതൽ സമാധാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പണിസ്ഥലങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും കൂടുതൽ സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യവും പുരോഗതിയും സമാധാനവും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. When I said that the dignitaries of Kerala are coming here, the local people asked, is Mr. A.K. Anthony coming? It's my privilege and pleasure and the blessing of God to have the great man on the stage of Donald Memorial School, on the dais. Thank you, sir, for delivering the message. I invite the inspiration of youth, the KPCC President of Kerala, energetic, dynamic, who always was a model to me also at my college times. Ramesh Chennithala is a prominent congressman and a member of party's working committee, as well as the current chairman of Kerala Pradesh Congress Committee. I welcome him to deliver the message to the public and to inspire them how he had inspired me when I was a college student. My dear friends, Sri Libby Benjamin, Honorable Chief Minister of Kerala, Sri Ummachandi, Honorable the Pride of Kerala and the National Leader, Sri A.K. Anthony, the most respected Finance Minister of Andhra Pradesh and former PCC President, and the longest serving Minister of Andhra Pradesh, Sri K. Roshaya, Sri Balasubramaniam, Sri Libby Benjamin, Sri K.K.J. Nair, dear friends. At the outset, I would like to thank Mr. Libby Benjamin for giving us an opportunity to interact with you, to meet you, and to have a get-together with you in this evening. As Mr. A.K. Anthony rightly pointed out, we are all coming to Hyderabad to attend the plenary session of All India Congress Committee. When Mr. Libby Benjamin, an old friend of mine, invited me for this function, we readily agreed because
this is the only opportunity for all of us to meet you in Hyderabad. You all came from Kerala with different purpose. Some people came here to study, some came here to join the services, some came here to do some business. Well, I can see the entire Malayali community here coming together and to have a get-together in this auspicious evening. As rightly pointed out by Anthony Ji, our Chief Guest is Mr. Roshaiya Ji. I know Roshaiya Ji for last 25 years. I was in charge of Andhra Pradesh more than 6 years. Roshaiya Ji is the longest serving minister. Whenever Congress government comes, the finance portfolio will be given to him only. Right from Chennareddy period to Rajshekhar Reddy, he served more than 10 chief ministers as finance minister. The most capable minister in the state and one of the senior most politicians in Andhra Pradesh is with us. So the entire Malayali community will be fortunate to have an audience with him. Definitely far from the home, we have a lot of problems. We are facing a lot of issues. With the kind help of Mr. Roshaiya, I think that we can solve most of the problems. Wherever Malayali goes, the people of Kerala or Malayalis will get assimilated easily with the local community. That is our tradition. That is our culture. And we will be easily with the local people and work harmoniously with the local people, whether it is inside the country or outside the country. Outside the state of Kerala, there is a saying that when people come out of Kerala, they will work hard. Inside Kerala, people won't work. That is a general understanding or general saying. But now the situation is changing. People of Kerala is also working very hard to have a better Kerala and the better prospects of Kerala. I don't want to take much of your time. I am very fortunate to be with you in this auspicious evening, this August evening, and the people of Kerala we are all from Kerala, but you are settled down in Hyderabad. I know that the younger generation is not having the links with the Kerala. It should be strengthened. We have our own values, we have our own culture, we have our own tradition. Wherever we are, we have to infuse that kind of tradition or part this kind of tradition with our younger generation and new generation. They should not forget Kerala. They should not forget about our tradition. They should not forget our language. The language culture is the real bondage between the people. We cannot forget our great tradition and great heritage, which is most unique in this world, which is a rich as far as we are all concerned.